സ്ഥിരം എന്നിടത്ത് ഗർഭപാത്രത്തിന്റെ ഓരത്ത് അള്ളിപ്പിടിച്ചു വളരുന്ന ഈ വസ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതങ്ങനെ നോക്കി 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 ഒരു മനുഷ്യന്റെ കുഞ്ഞായിട്ട് വരുന്നതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് അല്ലാഹ് പറഞ്ഞു കേട്ടില്ലേ? ثم جعلنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما. അസ്ഥികളാക്കുന്നു. നമ്മളാകാൻ വേണ്ട അടിസ്ഥാന ഭാഗമാക്കി അല്ലാഹു തആല നിശ്ചയിക്കുന്നത് ഒരസ്ഥികൂടമാണ്, ഒരസ്ഥികൂടം. നമ്മളാകുന്ന ഈ മാംസങ്ങൾ ഒഴിഞ്ഞിട്ട് ഖബറിന്റെ അകത്ത് തുറന്നു നോക്കിയിട്ട് മാംസങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് കിട്ടുന്നതും ഒരസ്ഥികൂടമാണ്. നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ മാംസം നിറഞ്ഞു കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മൾ ഒരസ്ഥികൂടമാണ്. ഈ മാംസങ്ങൾ ശരീരത്തിൽ നിന്ന് മണ്ണ് തിന്ന് ദ്രവിച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം ഖബറിന്റെ അകത്ത് നിന്ന് കിട്ടുന്നതും അസ്ഥികൂടമാണ്. ഈ അസ്ഥികൂടമാണ് വാസ്തവത്തിൽ നമ്മുടെ അടിസ്ഥാനം. മുഹമ്മദ് മുഹമ്മദായും അബൂബക്കർ അബൂബക്കറായും ഫാത്തിമ ഫാത്തിമയായും ഖദീജ ഖദീജയായും തങ്ങളായും നമ്മൾ കാണുന്ന ഓരോരോ വ്യക്തിയും അയാളുടെ ഉടലിന്റെ രൂപത്തിൽ, അയാളുടെ ശരീരത്തിന്റെ രൂപത്തിൽ അതിന് വളവുണ്ടാകാം, തിരിവുണ്ടാകാം, ഇത്ര ഇഞ്ച് ഉയരമെന്നുണ്ടാകാം, എത്ര നിറമുണ്ടെന്നാവാം, ഏത് വട്ടമുഖമാണോ അതോ ചതുരമുഖമാണോ അതോ നീണ്ട മുഖമാണോ എന്നൊക്കെയുള്ള മുഖത്തിന്റെ എല്ലാറ്റിൻ്റെയും ഫേസും രൂപവും ആകൃതിയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്നത് എവിടെ നിന്നാണ്? ഈ അസ്ഥികൂടത്തിൽ നിന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാ അൽ ഇളാം. അതിനെ നമ്മൾ ഇളാമാ, എല്ലുകളാക്കുന്നു. ഈ എല്ലുകളുടെ അസ്ഥികൂടത്തിൽ 206 അസ്ഥികൾ ചേർന്നുണ്ടാകുന്ന ഒരസ്ഥികൂടം ആണ് ശാസ്ത്രം പറയുന്നത്. 206 അസ്ഥികൾ ചേർന്നുണ്ടാകുന്ന ഒരസ്ഥികൂടം. 206 നമ്മളുണ്ടാകാൻ പോകുന്ന നമ്മുടെ ഈ ബോഡി കാണുന്ന ഈ അസ്ഥികൂടം, കാല് ഇതുകൊണ്ടെങ്കിലും അതിൻ്റെ രൂപം ഇങ്ങനെ കാണുമല്ലോ. ഈ അപകടം നിറഞ്ഞിടത്തൊക്കെ തലയോട്ടി കാണും. തലയോട്ടിൻ്റെ ശേഷം നമ്മളെ നെഞ്ചും നമ്മളെ വാരിയെല്ലും ശേഷം കാലിൻ്റെ തൊടിയും എല്ലുകളെല്ലാം കൂടി കുട്ടിയ ഈ കാണുന്ന അസ്ഥിയിൽ 206 അസ്ഥികൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരസ്ഥികൂടം. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശരീരത്തിൻ്റെ അകത്ത് നിർണത രൂപം നൽകുന്നത് ഇതാണ്. ഒരു മനുഷ്യന്റെ ആകാരത്തിന്റെ ശരിയായ രൂപം നൽകുന്ന ഇതിന്റെ കേന്ദ്രമായി 38 കശേരുക്കളുള്ള നട്ടെല്ല്. ഈ നട്ടെല്ലുമലാണ് ഈ അസ്ഥികൂടത്തിന്റെ എല്ലാം ഫിറ്റിങ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഥികൂടത്തെ രൂപപ്പെടുത്തുന്നത് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ചാണ്. ഇവിടെ ഡോക്ടർക്ക് പണിയില്ല, ഗൈനക്കോളജിസ്റ്റിന് ജോലിയില്ല, മരുന്നുകൾക്കൊരു ഫലവുമില്ല, ഇഞ്ചക്ഷനൊരു ഗുണവുമില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സകൾക്ക് ഇവിടെ ഒരു ബന്ധവുമില്ല സഹോദരങ്ങളെ. അതെങ്ങനെയാകുന്നു എന്ന് പറയാൻ മാത്രമേ ഡോക്ടർക്ക് കഴിയൂ. നമ്മൾ സ്കാനിങ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളഞ്ഞ്, ഇവിടെ തിരിഞ്ഞ്, ഇവിടെ മുളച്ച്, അവിടെ അങ്ങനെ എന്ന് കേടുള്ളത് പറയുകയല്ലാതെ അത് നിവർത്താനോ ശരിപ്പെടുത്താനോ ശരിയാക്കാനോ പറ്റുന്ന വിധം അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഈ അസ്ഥികൂടത്തെ ക്രമീകരിക്കാൻ ഡോക്ടർക്കാകുമോ? വൈദ്യശാസ്ത്രത്തിനാകുമോ? ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യശാസ്ത്രത്തിനാകുമോ? മനുഷ്യ സൃഷ്ടികൾക്കോ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ആവില്ല തന്നെ. സൃഷ്ടാവായ യജമാനനായ അല്ലാഹ് മറ്റത്ഭുതങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രസവിക്കുന്ന ഒരു കുഞ്ഞിന്റെ കഥ മാത്രം, ഗർഭപാത്രത്തിന്റെ കഥ, അത് വളരുന്ന ഘട്ടങ്ങൾ മാത്രം, അതിനെ ഉരുവപ്പെടുത്തിയ ആ രൂപങ്ങൾ മാത്രം, അത് ക്രമീകരിച്ചിട്ടുള്ള സംവിധാനം മാത്രം നമ്മൾ ചിന്തിച്ചാൽ അല്ലാഹു തആല നമ്മളാക്കി, നമ്മുടെ അവയവങ്ങളാക്കി, നമ്മുടെ ഓരോന്നിനെയും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി നിർണയിക്കുന്നത് ഈ അസ്ഥികൂടത്തിൽ തന്നെ കൃത്യമാക്കി വെച്ചിട്ട് ആ അസ്ഥികൂടത്തിന് നട്ടെല്ലുകൊണ്ട് കേന്ദ്രം നൽകിയിട്ട് അങ്ങനെ വരിക. എന്നിട്ട് ഈ ശരീരത്തിന് കോടാനുകോടി കോശങ്ങളാപ്പൊരു ശരീരത്തിൽ വിഭജിച്ച് വലുതായി. ഈ കോശങ്ങൾക്കൊക്കെ പ്രാണവായു വേണ്ടേ? അട്ടിക്കട്ടിക്കട്ടിക്ക് ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് പടുത്തിട്ട് വീടുണ്ടാക്കിയ മാതിരി അട്ടിക്കട്ടിക്കട്ടിക്കട്ടി ഇങ്ങനെ വെച്ചിരിക്കുക നമ്മുടെ ശരീരത്തിന്റെ അംശങ്ങൾ. ഇതിനാണ് ഈ കോശങ്ങൾ ഉണ്ട്. അട്ടിക്കടുക്കായി അട്ടി വെച്ചിട്ട് ഇങ്ങനെയല്ല സാധനം ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാകുന്ന കോടാനുകോടി കോശങ്ങൾക്ക് അതിനു വേണ്ട ഊർജം, പ്രാണവായു, ഇതിനു വേണ്ട അനിവാര്യ വസ്തുക്കളെല്ലാം ശരീരമെന്ന മഹാസാമ്രാജ്യം, ഓരോരുത്തൻ്റെയും ശരീരമെന്നതൊരു സാമ്രാജ്യമായി നമുക്ക് കണക്കാട്ടാം. ആ സാമ്രാജ്യത്തിൻ്റെ അകത്തെ ഓരോ യൂണിറ്റുകളെ നമുക്ക് ഓരോ ഗ്രാമങ്ങളാക്കി കൂട്ടാം. ഈ കോടാനുകോടി ഗ്രാമങ്ങളിലേക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തമെത്തിക്കണം, പ്രാണവായു രക്തത്തിലൂടെ നൽകണം. ഇവ എത്തിക്കുന്നതിന് ഓരോന്നിൻ്റെയും ഓരോ കോശത്തിൻ്റെയും ഓരത്തിലൂടെ രക്തക്കുഴലുണ്ട്. രക്തം പമ്പ് ചെയ്യാനും രക്തം സംഭരിച്ചു കൊണ്ടിരിക്കാനും രക്തത്തിലൂടെ പ്രാണവായു നൽകിക്കൊണ്ടിരിക്കാനും ഒരു ഭാഗവും ചത്തുപോകരുതല്ലോ, ഒരു ഭാഗവും നിശ്ചലമാകരുതല്ലോ, ഒരു ഭാഗവും തരിച്ചു പോകരുതല്ലോ. നമ്മളെ കയ്യിൻ്റെ വിരൽ തരിക്കണ്, കാല് തരിക്കണ്. എന്താണ് തരിക്കുക എന്നതിൻ്റെ സംഗതി? രക്തസഞ്ചാരത്തിന് മങ്ങലേൽക്കുമ്പോൾ, അതിന് കുറവ് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാ തരിക്കുന്നത്. ആ തരിക്കല് പിന്നെ മരവിപ്പായി അത് തീർത്തും നിശ്ചലനമായൊക്കെ മാറിയാൽ രക്തയോട്ടമില്ലാത്ത കുഴപ്പമല്ലേ? രക്തം ഒന്ന് സഞ്ചരിക്കുന്നത് ആലോചിക്ക്. നമ്മുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ മുകളിൽ, പാടക്ക് മുകളിൽ തോല് വെച്ചിട്ട് ഈ തോലിന് വരെ നമ്മൾ ഇന്ന് കാണുന്ന ഈ നിറം കാണുന്നത് രക്തത്തിന്റെ സഞ്ചാരം അതിലുണ്ടായിട്ടല്ലേ? മാംസത്തിന്റെ മുകളിലുള്ള, പാടക്ക് മുകളിലുള്ള തോലിന് നമുക്ക് കാണുന്ന നമ്മുടേതായ നിറം, വെളുപ്പാവട്ടെ, കറുപ്പാവട്ടെ, രക്തവർണമാവട്ടെ, മനുഷ്യവർണമാവട്ടെ, എന്ത് നിറമാണെങ്കിലും ആ നിറമായി നിൽക്കാൻ രക്തം സഞ്ചരിക്കണം അതിലൂടെ. രക്തസഞ്ചാരമല്ലെങ്കിൽ ആ നിറം കാണൂല. ഇതിനൊരു ഉദാഹരണം, വെള്ളപ്പാണ്ട് പിടിച്ചവന്റെ കൈ നോക്കുക. എന്തേ വെള്ളപ്പാണ്ട്? ശരീരത്തിന്റെ അകത്തേക്ക് ഒന്നുമില്ല. നമ്മുടെ സാധാരണ തൊലിയുടെ നിറം രക്തം സഞ്ചരിക്കാത്തത് കൊണ്ട്, രക്തസഞ്ചാരമില്ലാത്തത് കൊണ്ട് ആ തോല് വെളുത്ത് കാണുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ അള്ളാഹു നൽകുന്ന ഓരോ പരീക്ഷണത്തിൽ ഏതെങ്കിലും അവൻ ഇച്ഛിക്കുന്ന പടപ്പുകൾക്ക്, അവർക്ക് വേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടിയോ അവർക്ക് വേണ്ട ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രകാരം ഇത്തരം രോഗങ്ങൾ നൽകുമ്പോൾ അത് നമുക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹു തആല വെക്കുന്ന മാറ്ററാണ്. അത് വെച്ച് നമ്മൾ ആലോചിക്കുക, നമ്മുടെ കയ്യിന്റെ വിരലുമ്മ വെള്ളപ്പാണ്ട് എന്ന രോഗം വന്ന അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തോലിന്റെയും രക്തം സഞ്ചാരമില്ലാതെ തോലിങ്ങനെ വേറെ കാണുകയാണ്. ഈ നമ്മൾക്കൊരു ചെറിയ മുറിവുണ്ടായാൽ ആ മുറിവിന്റെ തോലിങ്ങോട്ട് വെളുത്തിട്ടായാൽ അതിനിടയിലൂടെ സഞ്ചാരം അല്ലെങ്കിൽ അതൊരു വെളുത്ത സാധനമല്ലേ, പിന്നെ കത്രി കൊണ്ട് നമ്മൾ മുറിച്ചിടൂലേ വെളുത്തേ? ഇതിങ്ങനെ കാണുന്ന തോലൊക്കെ ആ നിലക്ക് ഇങ്ങനെ കാണുക. ഈ രൂപത്തിലുള്ള രക്തത്തെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കോശങ്ങളുടെയും ഓരത്തിലൂടെ രക്തക്കുഴലുകൾ അല്ലാഹു തആല ശരീരത്തിന്റെ അകത്ത് സജ്ജീകരിക്കുകയാണ്. ഈ രക്തക്കുഴലുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 1.5 ലക്ഷം കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുണ്ട്. ഒന്ന് ചിന്തിക്കണം എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ. 1.5 ലക്ഷം കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അല്ല, 1.5 ലക്ഷം കിലോമീറ്റർ വരെ നീളം ഒരു മുഹമ്മദിന്റെ ശരീരത്തിന്റെ അകത്ത് അല്ലാഹു തആല വെച്ചിരിക്കുന്ന രക്തക്കുഴലുണ്ട്. ഒരു മുഹമ്മദിന്റെ ഇന്ന് ജനിക്കുന്ന കൊച്ചു കുഞ്ഞില്ലേ, ശിശു, ആ ശിശുവിന്റെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളുടെ നീളം 1.5 ലക്ഷം കിലോമീറ്റർ വരും. നീട്ടി നീട്ടി നോക്കിയാൽ അത്ര നീളമുള്ളവ ശരീരത്തിന്റെ ഓരോ ഇടങ്ങളിലേക്കും ഓരോ യൂണിറ്റുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാണവായു നൽകാൻ, ജീവൻ നൽകാൻ, രക്തത്തിന്റെ ഓട്ടം നിൽക്കാൻ, അതിന് നൽകേണ്ട ഊർജങ്ങൾ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥ ചെയ്തതാണ്. ഇവിടേക്കൊക്കെയും രക്തം പമ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം. ഹാർട്ട് എന്ന് പറയുന്ന ആ പമ്പ് ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഈ രക്തക്കുഴലുകളിലേക്കൊക്കെയും രക്തം പമ്പ് ചെയ്യുന്നത്. ഇത് ഡോക്ടർമാരും പറയും, പഠിച്ചവരും പറയും. ഈ പറയുന്നതൊക്കെയും നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കും അല്ലാഹു ഇത് നൽകിയിട്ടുണ്ടല്ലോ. ഈ രക്തം പമ്പ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രാണവായുവില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തത്തിലൂടെ വരുന്നു എന്നാ ശാസ്ത്രം പറയുന്നത്. രക്തത്തിലൂടെ അല്ലെങ്കിൽ അല്ലാതെക്കോട്ടെ, പ്രാണവായു എന്ന പേരിലുള്ള, ജീവൻ എന്ന പേരിൽ നമ്മൾ അറിയുന്ന ആ ജീവൻ പിടിക്കുന്ന വായു, ആ വായു അല്ലാഹു തആല രക്തത്തിലൂടെ നൽകുന്നത് ഒരു 3 മിനിറ്റിലധികം മാത്രമേ. പ്രാണവായുവില്ലാതെ നമ്മുടെ മസ്തിഷ്കത്തിന് ജീവിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ മസ്തിഷ്കം മരിച്ചു. ചിന്തിക്കണങ്ങളെ, 60 സെക്കൻഡുകൾ കൂട്ടി ഏതാണ്ട് 3 പ്രാവശ്യം 60 കൂട്ടുന്ന സെക്കൻഡുകൾ കൂട്ടുന്ന 3 മിനിറ്റില്ലേ, ആ 3 മിനിറ്റ് മാത്രമേ രക്തക്കുഴലിലൂടെ, രക്തത്തിലൂടെ പ്രാണവായു കിട്ടാതെ ഒരു മനുഷ്യന്റെ മസ്തിഷ്കം നിൽക്കൂ.
അപ്പൊ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തക്കുഴലുകൾ വെച്ച് 1.5 ലക്ഷം കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുകൾ മുറിച്ച് കഷ്ണിച്ച് വളച്ച് പുളച്ച് അതിൽ നിന്ന് ജീവനാഡിയുമായി ബന്ധപ്പെട്ടു തന്നെ വരുന്ന ഞരമ്പുകൾ വേറെ, കുഴലുകൾ വേറെ, ഓരോരിടത്തേക്ക് പോകുന്ന കുഴലുകൾ വേറെ. ഇതൊക്കെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് ചെയ്യുന്ന ഈ പ്രക്രിയകളും അല്ലാഹു ഒരുക്കുന്ന ഈ പ്രവൃത്തികളും നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ. ഇങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകുന്നത്. ഇതെല്ലാം ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് 280 ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാന്റെ പള്ളക്കകത്ത് വെച്ച്, ഗർഭപാത്രത്തിനകത്ത് വെച്ച് രൂപപ്പെടുത്തുമ്പോൾ സജ്ജീകരിക്കുന്നതാണ്. ആത്മാവ് ആവഹിച്ചിട്ട് ജീവന്റെ തുടിപ്പുകളും അനക്കങ്ങളും ചലനങ്ങളും തുടങ്ങുന്നതിനിടയ്ക്ക് തന്നെ ഇതെല്ലാം ശരീരത്തിൽ സംവിധാനിച്ചു. പാകപ്പെടുത്തിയ ഈ സംവിധാനങ്ങളെ ജീവൻ എന്ന റൂഹുമായുള്ള ബന്ധം അല്ലാഹു തആല നൽകിയിട്ട് അതങ്ങ് ജീവിപ്പിക്കുമ്പോ അപ്പം മുതൽ ഉമ്മ അനങ്ങാൻ തുടങ്ങും ഗർഭം, അപ്പുറം ചലിക്കാൻ തുടങ്ങും ഗർഭോ. അപ്പോഴേ നമ്മളെ ഉമ്മ അറിയുള്ളൂ. ഉമ്മാക്ക് ശരിക്കൊരറിവ് വരുള്ളൂ. എൻ്റെ മുമ്പ് അറിയായൊന്നുമില്ല, ഗർഭം വരുന്നൊക്കെ അറിയും. പക്ഷെ ഏറ്റവും വലിയ അറിവും അതിൻ്റെ ഭാരമൊക്കെ ഇത് അനങ്ങാനും തുറക്കാനൊക്കെ വരുമ്പോഴാണ്. അപ്പോഴമ്മക്ക് സന്തോഷവും. ഇതൊക്കെ എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും അളവിൽ ഈ കാണുന്ന ശരീരമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചതാണ്.